ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ജീൻസിൻ്റെ ഒരു ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണ്. ബ്ലാക്ക് വെൽവെറ്റ് ആണ് നമ്മൾ എടുത്തേണത്. അതിലൊരു ചെറിയ സിമ്പിൾ ടോപ്പാണ്, എന്നാൽ പക്ഷെ കാണാനൊരു ക്യൂട്ട് ലുക്ക് ഉണ്ടാവും. ഇതിൻ്റെ ബോഡി പോർഷനിൽ നമ്മൾ ചെറിയ പേഴ്സൊക്കെ വെച്ചിട്ട് ചെറിയൊരു വർക്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ചെറിയ വർക്കാണ്, അധികം തിക്കായിട്ടുള്ള വർക്കൊന്നുമല്ല. അവിടെ ഇവിടെയും സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു ടൈപ്പാണ്. അതുകൂടാതെ സ്ലീവിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഒരു പഫ് സ്ലീവ് ആണ് വരുന്നത്. കട്ടിംഗ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ടോപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. ഫ്രണ്ടും ബാക്കും ഞാൻ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും നമ്മൾ 4 ആക്കി മടക്കിയിട്ട് നമ്മളുടെ ഈ ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ച് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അധികം മെറ്റീരിയൽ ഞാൻ മേടിച്ചിട്ടില്ല, 1.5 മീറ്ററാണ് ഞാൻ മേടിച്ചത്. നമ്മളുടെ സൈസ് അനുസരിച്ച് വേണം നിങ്ങൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ. അതിനുശേഷം ഷോൾഡറിലെ സീം എലവൻസ് ഒരു 1/2 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട്. ശേഷം ഒരു 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ വിട്ടേണത്. നോർമലി ഞാനൊരു 0.5 കുറച്ച് 6.5 ആണ് വിടാറ്. പക്ഷെ ഇതിന് ജ്വൽ നെക്ക് വരണോണ്ട് 7 ഇഞ്ച് വിട്ടു. അതിനുശേഷം ചെസ്റ്റ് അളവ് ആസ് യൂഷ്വൽ 9 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 9 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം ഞാൻ ടോപ്പിന് വേണ്ട ആവശ്യമുള്ള ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ റൗണ്ടും 9 ഇഞ്ച് തന്നെയാണ് എനിക്ക് വന്നേണത്. 21 ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത്, 9 ഇഞ്ച് റൗണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ടോപ്പിൻ്റെ റൗണ്ടിൻ്റെ അപ്പോൾ 2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം ഷേപ്പിൻ്റെ പോർഷന് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. 13 ഇഞ്ചിൽ ഞാനിപ്പോൾ നോർമലി ചുരിദാറിനൊക്കെ ആണെങ്കിൽ 7.5 ഇഞ്ച് ലൂസാണ് ഇടാറ്. പക്ഷേ ഇതിന് ഞാൻ 8 ഇഞ്ച് ലൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം റെഡിമെയ്ഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് ലൂസ് ഇട്ടേണത്. അതിനുശേഷം നമ്മൾ ആം ഹോൾ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ശേഷം നമ്മൾ സീം എലവൻസ് എല്ലാം മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. വെൽവെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഒന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും ആ പോർഷനിൽ ട്രേസിംഗ് വീൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അളവ് കൃത്യത്തിൽ തന്നെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ടും ബാക്കും പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ശേഷം ഫ്രണ്ടിൻ്റെ നെക്ക് വൈഡ് ഞാൻ 2.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിയുമ്പോൾ അതൊരു 3 ഇഞ്ച് ആയിക്കോളും. ലെങ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ 3.5 ഇഞ്ചാവും. ബാക്ക് നെക്കും ഇതേ വൈഡിൽ തന്നെ, നെക്ക് വൈഡ് മാറരുത്. ലെങ്ത് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങളുടെ തല കടക്കാവുന്ന പാകത്തിൽ വേണം നമ്മൾ ഈ ഒരു റൗണ്ട് എടുക്കാൻ. കാരണം ജ്വൽ നെക്കാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ തലയ്ക്കനുസരിച്ച്, തലയുടെ ഒരു വലിപ്പം അനുസരിച്ച് വേണം നെക്കിൻ്റെ വൈഡ് കൊടുക്കാനായിട്ട്. ശേഷം ഫ്രണ്ട് പോർഷനിൽ ആം ഹോൾ കുഴിച്ച് വിട്ടുക. അതിനുശേഷം നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ സ്ലീവിനെ മടക്കി അടിക്കാനുള്ള ഒരു സീം അലവൻസ് വിട്ടതിന് ശേഷം ഞാനിവിടെ 10 ഇഞ്ച് സ്ലീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് 8 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ഇഞ്ച് കൂട്ടിയിടാം. കാരണം നമ്മൾ സെൻറ്റർ പോർഷനിൽ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കുറയാനുള്ള ചാൻസ് ആണ്. അതുകൊണ്ട് 10 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ നോർമലി നമ്മുടെ സ്ലീവ് ആം ഹോളൊക്കെ മാർക്ക് ചെയ്യണ പോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, നോർമൽ സ്ലീവ്. അതിനുശേഷം ഒരു 2.5 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് കൊടുക്കണം. ശേഷം വലുതാക്കി, ആം ഹോൾ വളരെ വലുതാക്കി അത്യാവശ്യത്തിൽ കൂടുതൽ നമ്മൾ സീം അലവൻസ് വിട്ടു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൻ്റെ പോർഷനിൽ നന്നായി പ്ലീറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലുതാക്കി നമ്മളുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു ക്രോസ് പീസും കൂടി 2 നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ചാണ് ഒരു ക്രോസ് പീസ് നല്ല വശത്തോട് നല്ല ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ അതൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ശേഷം അതിലൊരു ചെറിയൊരു നോച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ അടിച്ച് വെച്ചാണ് അതിൻ്റെ സീം അലവൻസ് നമ്മൾ ജോയിൻ ചെയ്താണ് ആ ക്രോസ് പീസായിട്ട് ഒന്ന് പതിച്ചടിക്കുക. ശേഷം ആ ഒരു ഭാഗം ഫുള്ള് തിരിച്ച് മറിച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും ചെയ്യേണ്ടത്. വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. റെഡിമെയ്ഡ് ലുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ജ്വൽ നെക്ക് എടുത്തേണത്. അപ്പം നിങ്ങൾക്ക് ജ്വൽ നെക്ക് അടിക്കുമ്പോൾ എന്തെങ്കിലും തല കടക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോട്ട് നെക്ക് ആക്കിയിട്ടും എടുക്കാം കേട്ടോ. കാരണം ഈ ഒരു ജ്വൽ നെക്ക് എന്ന് പറയുമ്പോൾ ബാക്കിൽ ഒരു ചെറിയൊരു ഹോളും ലൂപ്പും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ചിലവരുടെ നെക്കിൻ്റെ ഒരു വൈഡ് കുറയുമ്പോൾ അതൊന്ന് തല കടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു പൊടിക്ക് നിങ്ങൾ നെക്ക് ലെങ്ത്ത് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത്
അടിക്കല്ല, ജസ്റ്റ് 2 പോർഷനും കൂടി നല്ല ഭാഗത്തോട് നല്ല ഭാഗം വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മളുടെ സ്ലീവിൻ്റെ എൻഡ് നല്ല രീതിയിൽ തന്നെ മടക്കി അടിക്കുക. ശേഷം ആ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക, ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് പ്ലീറ്റ് ഇടണവരാണെങ്കിൽ ആദ്യം റൈറ്റ് സൈഡിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ലെഫ്റ്റ് സൈഡിൽ പ്ലീറ്റ് ഇട്ടാൽ മതിയാവും. അപ്പോൾ സെൻറ്റർ പോർഷനിലെ പ്ലീറ്റ് വരുന്നത് ഒരു ബോക്സ് പ്ലീറ്റ് പോലെയായിരിക്കും. സൈഡിൽ 2 ഭാഗത്തേക്ക് നൈഫ് പ്ലീറ്റ് പോലെ, നമ്മൾ പട്ടുപാവടയ്ക്കൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഓണത്തിൻ്റെ ഒരു വീഡിയോസിലൊക്കെ കാണിച്ചിട്ടില്ലേ, അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റുകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ഇതുപോലെ 2 ഭാഗവും കൂടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ പ്ലീറ്റ്. അപ്പോൾ സ്ലീവിൻ്റെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെയായിരിക്കും നമ്മുടെ സ്ലീവ് വരാം. അതിനുശേഷം ഞാൻ കട്ടിങ്ങിൻ്റെ ടൈമിൽ ഞാൻ വിട്ടുപോയതാണ്, ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് ഒരു ചെറിയൊരു വര പോലെ കൊടുക്കുക. കാരണം നമ്മൾക്ക് ഇലാസ്റ്റിക് വെക്കുമ്പോൾ അത് വര അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇലാസ്റ്റിക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 4 ഇഞ്ച് വിട്ടിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തേണത്. അതൊരു 6 ഇഞ്ച്, അതായത് നമ്മൾ 10 ഇഞ്ചിലാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തേണത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഒരു 6 ഇഞ്ചൊക്കെ മതിയാവും, കാരണം നന്നായി വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണണ പോലെ തന്നെ ആ ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ വലിച്ച് നമ്മളുടെ ആ സെൻറ്ററിലോട്ട് തന്നെ വരുന്ന രീതിയിൽ സ്ലീവിൻ്റെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് മാറരുത്, സെൻറ്റർ പോർഷനിൽ തന്നെ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ സ്ലീവ് റെഡിയാണ്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരു സ്ലീവും കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ ബോഡി പോർഷനായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ബോഡി പോർഷൻ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആ സെൻറ്റർ പ്ലീറ്റ് നമ്മളുടെ ഷോൾഡറിൻ്റെ ആ ഒരു ജോയിനിങ്ങിൻ്റെ ആ കൃത്യസ്ഥലത്ത് തന്നെ വരാനുള്ള കാര്യം നിങ്ങൾ കൃത്യത്തിൽ തന്നെ ചെയ്തെടുക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു പഫും ആ ഒരു ഇലാസ്റ്റിക്കും വരുമ്പോൾ അത് കൃത്യത്തിൽ തന്നെ നിൽക്കുള്ളൂ. അതിനുശേഷം രണ്ടാമത്തെ സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം സൈഡ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ട് അടിഭാഗം മടക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ടോപ്പ് റെഡിയാണ് കേട്ടോ. ശേഷം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടോപ്പിൻ്റെ ബോഡിയിൽ നമ്മൾ ചെറിയൊരു സ്പ്രെഡിങ് പേൾസിൻ്റെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യ ലെങ്ത്തും കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക, എവിടെയൊക്കെയാണ് പേൾസ് വരേണ്ടത് എന്നുള്ളത് ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക. ശേഷം ഇതുപോലത്തെ ഒരു പേൾസ് എടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് തുന്നി കൊടുക്കുക. നമ്മൾ തുന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ നൂല് ലൂസായി പോവാതിരിക്കുക, കാരണം നല്ല ടൈറ്റിൽ തന്നെ അടിഭാഗം നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള അത്രയും തന്നെ നമ്മളുടെ പേൾസ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ, കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് ചെയ്തെടുത്തത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്